ദൈവത്താനല്ലേ ഇരുളും നല്ല ഇറ്റിലം വാഴും ദൈവത്താനല്ലേ മടത്തിലെ ദൈവത്താനല്ലേ തെക്കന്മല ചോലമാരോ വാഴുദേവല്ലേ കണ്ണോ കുയിക്കാലോ നീണ്ട മുടിയോ നിന്മേനി ചന്തമാർന്ന ചെങ്കതിരല്ലേ ചാത്തൻ ചേരൂപന്റെ മാടത്തിലല്ലേ ചെങ്കതളി ചന്തമാർന്ന നെഞ്ചിരിയല്ലേ ദൈവേ നെഞ്ചിരിയല്ലേ ദൈവമേ ദൈവമേ ഇതാണ് നമ്മളുടെ ഫ്യൂച്ചർ യൂത്ത് യെസ് അല്ലേ? ഇതാണ് നമ്മളുടെ ആക്ച്വൽ, ഇതാണ് നമ്മളുടെ ജനങ്ങൾ കാണേണ്ടത്. അതെ, സൂപ്പർബ് എനർജി, സൂപ്പർ. ഇവരാണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവരാണ് ഇന്ന് നമ്മുടെ നാട്ടുകൂട്ടം. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നിങ്ങളെയൊക്കെ പരിചയപ്പെടണമെന്നുണ്ട്. അതിനു മുമ്പ് നിങ്ങളുടെ ടീം ഒന്ന് ശക്തിയായിട്ട് നിങ്ങളുടെ ടീമിന്റെ പേര് പറഞ്ഞേ കേക്കട്ടെ. കറുക കറുക എത്നിക് ബാൻഡ് എന്നാണ് നിങ്ങളെ അറിയപ്പെടുന്നത്. കോഴിക്കോട് നിന്നാണ് അല്ലെ? ഇവരുടെ വോക്കൽസ് 4 പേരുടെയും വോക്കൽസ് കിടിലുമായിരുന്നു. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള എന്തായിരുന്നു സൗണ്ടുകളാണ്. അത് മാത്രമല്ല അതേ നിങ്ങളുടെ വൈബായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന എല്ലാവരും ഒന്നിനൊന്ന് അടിപൊളിയായിരുന്നു. സ്പെഷ്യലി നമ്മുടെ ആ ബ്രോന്റെ പേരെന്നാ? വിഷ്ണു. വെറൈറ്റി പേര്, ആർക്കില്ലാത്തൊരു പേര്. അത് മാത്രല്ല എലി, നമ്മുടെ വിഷ്ണു ഇല്ലേ, വിഷ്ണുവിന്റെ ചിരിക്ക് നമ്മുടെ നന്ദുവിന്റെ ചിരിയായിട്ട് ചെറിയൊരു സാമ്യത ഉണ്ടോ?
അതിനേക്കാളി കൊള്ളാം. ഒന്നുകൂടെ ചിരിച്ചടാ. ഒന്നുകൂടെ ചിരിച്ചടാ. നന്ദു ഭയങ്കരമായിട്ട് ചെറിയൊരു ചിരിയുടെ സമയം. ഇത്രയും ഫ്രീക്ക് സെറ്റപ്പില് ഫോക്ക് പാടുന്ന ഞാൻ ആദ്യമായിട്ടാണ്. അതും നമ്മുടെ ഈ അതായത് ഒരു എല്ലാ പിള്ളേരും സെറ്റ് ഒരു കോളേജ് ബാൻഡ് ഒക്കെ വന്ന് നിൽക്കുമ്പോൾ എല്ലാ എന്താ ഏജ് ആര് ക്ലാസ്മേറ്റ്സ് ആണോ അല്ല? നമ്മളെല്ലാവരും ഒരേ നാട്ടിലുള്ള ആൾക്കാരാണ്. ആ ഞങ്ങൾ ഈവനിങ്ങിനൊക്കെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടും. അപ്പൊ അങ്ങനെ ഒത്തു ചേർന്നാണ് ഇങ്ങനെ ഒരു പേര് കറുക എന്നുള്ളതിലായത്. എല്ലാവരും ചെറുപ്പം മുതലേ അറിയുന്ന ആൾക്കാർ തന്നെ എല്ലാവരും. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും വൺസ് അഗൈൻ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഇനി നമ്മളിവിടെ അൺലിമിറ്റഡ് ഫൺ മൊമെന്റിലേക്കാണ് കടക്കാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ പെർഫോമൻസ് തന്നു, ഇനി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരുന്ന ഒരു ആടിപ്പൊളി സ്കിറ്റ് കാണാൻ റെഡിയാണോ? തുടങ്ങാം. അപ്പൊ ഇതാ വരുന്നു കോമഡി മാസ്റ്റേഴ്സിലെ ആദ്യത്തെ ചിരിപ്പിക്കാനുള്ള സ്കിറ്റ്. ഹലോ കമ്മീഷണർ വിളിക്കണത് കണ്ടാ തെറി പറയാനാണ്. എന്റെ പട്ടി എടുക്കും. ചിലവന്മാരുടെ ഹോബിയാണ് കോർപ്പറേഷൻ ഓഫീസിലേക്ക് വിളിച്ചിട്ട് തെറി പറയാന്ന് പറഞ്ഞത്. ഓ, ഇവിടെ ഒരു കഴുതുണ്ട്, അവനാണെങ്കിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ അവനെ കൊണ്ട് ഫോൺ എടുപ്പിക്കായിരുന്നു. ഹലോ ഹലോ ഹലോ, കുട്ടിയാണോ? കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കാനായിട്ട് ഇത് പ്രസവാടല്ല, കോർപ്പറേഷൻ ഓഫീസാണ്. അതല്ല, കുട്ടി എന്ന പേരുള്ള ആളാണോ സംസാരിക്കുന്നത്? അതെ, ഉമ്മൂട്ടിയാണ്. മമ്മൂട്ടിയാണോ? മമ്മൂട്ടിയാണെന്നൊക്കെ എല്ലാവരും പറയും, പക്ഷെ ഞാനത് കാര്യമാക്കാറില്ല സുഹൃത്തെ. എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. പറയണേ അല്ല, മമ്മൂട്ടി അല്ല സുഹൃത്തെ, ഉമ്മൂട്ടിയാണ്. ഉമ്മൂട്ടി. എടാ, ഞാൻ സച്ചിയാ. എച്ചിയാ? എച്ചിയല്ല, സച്ചി. ആ സച്ചി, ആ, നിന്നെ കാണാനില്ലല്ലോ. അങ്ങനെ ലാൻഡ് ഫോണിൽ വിളിച്ച് എങ്ങനെ കാണാനാ? വീഡിയോ കോളല്ല അല്ലേ? എടാ, അതല്ല, നിന്നെ കണ്ടിട്ട് ഒത്തിരി കാലമായല്ലോ. ഞാൻ ആകെ പ്രശ്നത്തിലാടാ. എന്തു പറ്റി? നിറച്ച് കടം തന്നെ. അയ്യോ, അത് കാരണം രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അറിയോ എനിക്ക്? എടാ, ഒരു വാക്ക് എന്നോട് ചോദിക്കണ്ടേ? നിനക്ക് 1 വേണോ 2 വേണോ 3 വേണോ? അയ്യോ, ഇത്രയും ലക്ഷമൊക്കെ ഞാൻ എങ്ങനെ നിനക്ക് തന്നു തീർക്കടാ? ലക്ഷോ? പിന്നെ നീ 1 ലക്ഷം പോണോ 2 ലക്ഷം പോണോ ചോദിച്ചില്ലേ? അല്ല, നിനക്ക് ഉറക്കൂലെന്ന് പറഞ്ഞു. ഉറക്കൂലിയോ 1 വേണോ 2 വേണോ 3 വേണോ? വെച്ചിട്ട് പോടാ അവിടുന്ന്. നീ വെച്ചിട്ട് പോടാ. നീ പോടാ. എന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോ എന്നോട് വെക്കല. ഞാൻ വെക്കോടാ. സാർ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ സാർ അങ്ങനെ പറഞ്ഞ്? ഉച്ചക്ക് 12 മണിക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞത്. എന്റെ പൊന്നു സാർ, ഒന്നും പറയണ്ട. വരുന്ന വഴിക്ക് ഒരു വലിയ ആക്സിഡന്റ്. ജനങ്ങൾ കൂടി നിൽക്കുന്നോണ്ട് ഈ ആക്സിഡന്റ് പറ്റി ആളെ കാണാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഒരു ഐഡിയ ചെയ്തു. എന്റെ വെല്ലിച്ചം മരിച്ചെന്നൊരു ഒറ്റ കരച്ചില് ജനങ്ങൾ എന്റെ മുഖത്ത് നോക്കിട്ടില്ലേ, അതൊക്കെ മാറി തന്ന്. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ ഞെട്ടിപ്പോയി സാറേ. എന്താണ്? ഒരു പട്ടി എത്തിറങ്ങണം. അതെനിക്കിഷ്ടായി. തന്റെ കഥ സീരിയസ് ആയിട്ടാണ് തുടങ്ങിയെങ്കിലും ക്ലൈമാക്സിൽ ഒരു ഹ്യൂമർ ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. പിന്നെ വന്നേ, തനിക്ക് നല്ലൊരു ഭാവി ഉണ്ടോ. താൻ എന്നും വൈകി വരും, എന്നിട്ട് എന്റെ മുമ്പിൽ ഒരു കഥ അവതരിപ്പിക്കും. ഈ കഥകളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു കഥാസമാഹാരമായിട്ട് അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ താനൊരു കഥാകൃത്തായിട്ട് മാറും. അതിന്റെ പ്രകാശനത്തിൽ സാറ് വരും. ഇല്ല, ഒറ്റയടിക്കുന്ന ഞാൻ പൊതുദർശനത്തിന് വെക്കും, നെഞ്ചത്തോട് രീതിത്തും വെക്കും. എന്താ സാറ് വന്ന് ഈ പുനർജന്മത്തിലൊക്കെ തനിക്ക് വല്ല വിശ്വാസം ഉണ്ടോ? അതിനൊക്കെ വലിയ തെളിവുണ്ട് സാറേ. തെളിവുണ്ട്. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച താൻ തന്റെ അമ്മാവും മരിച്ചു എന്ന് പറഞ്ഞ ഒരു 10 ദിവസത്തെ ലീവ് എടുത്ത് നാട്ടിൽ പോയില്ലേ? പോയി. ചടങ്ങിനായിട്ട് പോയി. താൻ അവിടെ ചടങ്ങിന് പോയപ്പോ തന്റെ മരിച്ചുപോയ അമ്മാവൻ തന്നെ തിരക്കി ഇവിടെ വന്നായിരുന്നു. ഇപ്പോഴും എന്റെ അമ്മാവന്റെ ആത്മാവ് എന്നെ തേടി നടക്കണ്ടല്ലേ? അമ്മാവന്റെ ഒരു കാര്യം പറഞ്ഞ, ഈ അമ്മാവനെ പറ്റി പറഞ്ഞപ്പോഴാണ് അമ്മാവനെ പറ്റി ഒരു കഥയുണ്ട്. ഇനി താൻ കഥ എന്ന് പറഞ്ഞ വസ്തുവിടെ മിണ്ടി പോരുത്. മിണ്ടൂല. കവിത പറഞ്ഞ കുഴപ്പമുണ്ടോ? ഫോൺ എടുക്ക്. താൻ എടുക്കണോ? തെറിയേക്കാനല്ല, ഞാൻ എടുക്കൂല. എടുക്കണോ ഫോൺ? എന്ത് സാറ് ഞാൻ പറഞ്ഞ എന്നെ തെറിയേക്കാൻ? ഓക്കെ, ഞാൻ എടുക്കാം. ഹലോ, പറ. എന്നെ തിരക്കിയാൽ ഞാൻ ലീവിലാണെന്ന് പറഞ്ഞു. ഏത് തെരുവ് ഉത്തരവാസിയാണ്? ഹലോ 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 ഹലോ, ആരത്? എന്റെ പേര് ശ്യാമേന്നാണ്. എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണമായിരുന്നു. അയ്യോ, സാറ് ലീവാണല്ലോ. ആണോ? അല്ല, അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചു സാറിന്റെ. അല്ല, ഞാനേ കഴിഞ്ഞ മാസം വിളിച്ചപ്പോഴും സാറിന്റെ അച്ഛൻ മരിച്ചെന്നാണല്ലോ പറഞ്ഞത്. സാറിന് 2 അച്ഛനുണ്ട്. അല്ല, അങ്ങനെ ഒരു ഭാഗ്യം സാറിനുണ്ടായി. അതെ,
ഈ സാറിന്റെ അച്ഛന്റെ മരണത്തിന്റെ ചടങ്ങ് കഴിഞ്ഞിട്ട് എപ്പോഴാണ് വരുന്നത്? അത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സാറ് വരും. ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സുഭിക്ഷമായ സാർ വരും. സദ്യയൊക്കെ ഉണ്ട്, പിന്നെ പായസമൊക്കെ ഉണ്ട്. പായസം ഉണ്ടാകും, 3 തരം പായസം. അടപ്രഥമൻ, പാലട, പരിപ്പ് പായസം. ഈ പാലടയിലുണ്ടല്ല 2 ഞാലിപ്പൂവൻ പഴം അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് പപ്പടം ഇട്ടിട്ട് അങ്ങോട്ട് ഞെരടി 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 ഈ കൈ ഇങ്ങനെ കൊള്ളാല്ലേ? സാറ് പായസം കുടിക്കാനായിട്ട് പുറത്തേക്ക് ഇട്ട് നാക്കില്ലേ, അത് തിരിച്ചകത്തേക്ക് തന്നെ ഇട്ടോ. ഇപ്പൊ പാമ്പ് മാളത്തിൽ കയറുമല്ലുണ്ട്. ഇയാള് പറഞ്ഞ സാർ ലീവാണെന്ന്? അല്ല, അവന് തെറ്റുപറ്റിയതാണ്. സാർ ലൈവാണ് എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതെ, നിങ്ങളുടെ കോർപ്പറേഷന്റെ തെക്ക് ഭാഗത്തുള്ള 12ാം വാർഡിലെ മെമ്പറാണ് ഞാൻ. ആയിക്കോട്ടെ. പേര് ശ്യാമ. അങ്ങനെ പറ. ആ. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നിട്ടുണ്ടായില്ല 12ാം പാട്ടില്. വെറുതെ തള്ളടിക്കലോടൂ. താൻ ഓഫീസിലെ കൃത്യമായിട്ട് വന്നില്ല, പിന്നീട് 12ാം പാട്ടിൽ പറ. അതെ, ഞങ്ങളുടെ വാർഡില് കാട്ടുപന്നി ഇറങ്ങി. സോറി ട്ടാ, ഇപ്പോഴാണ്ട് എനിക്ക് പിടികിട്ടത് താനവിടെ ചെന്നിരുന്നെന്ന്. എടാ പന്നി, കോർപ്പറേഷനിൽ പന്നി ഇറങ്ങിയോ? അത് തന്നെ ജനങ്ങളും ചോദിക്കുന്നത്. തന്നെ ഉദ്ദേശിച്ചത് കാരണം പറ്റിയാണ്. ഫ്രണ്ടിലൊരു തേറ്റം പെടറാ. എന്റെ പൊന്ന് സാറേ, ഈ മൃഗങ്ങൾ ഇപ്പൊ ഗ്രാമമൊന്നോ പട്ടണമൊന്നും ഇല്ല. ഇപ്പൊ ബാംഗ്ലൂര് പുലിയെ പിടിച്ചില്ലേ, ഇപ്പൊ എറണാകുളത്ത് പെരുമ്പാമ്പിനെ ഉടുമ്പിനെയൊക്കെ പിടിച്ചില്ലേ, അതുപോലെ തന്നെ ഇതൊക്കെ മറിച്ച് താഴെ. എന്റെ മാഡം, അതിന് വേറെ റൂളും ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാന്ന് പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. ആ, ഈ വെടി ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്. അതെ, ഇതെന്റെ ഒരു പരാതി. അടുത്ത പരാതി, എന്റെ വാർഡില് കോർപ്പറേഷൻ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ഫുള്ള് മലിനജലമാണ്. അതാണ് ഞങ്ങൾ കുടിക്കുന്നത്. അതിനെന്തെങ്കിലും പരിഹാരം കാണും? പരിഹാരമുണ്ട് മാഡം. നമ്മുടെ ശരീരത്തിലെ കിഡ്നി വർക്ക് ചെയ്യുന്നത് എന്തിനാണ്? അത് ശരീരം ശുദ്ധീകരിക്കാനായിട്ട്. അത്രേ ഉള്ളൂ. ധൈര്യമായിട്ട് ആ വെള്ളം കുടിച്ചോ, ശരീരം ശുദ്ധീകരിച്ചോളൂ. കിഡ്നീനെ അങ്ങനെ ഉറങ്ങാൻ വിടരുത്. കിഡ്നിക്ക് പണി കൊടുത്തോണ്ടിരിക്കണം. കിഡ്നി ചാടി ചാടി നിക്കട്ടെ. ജനം കുടിക്കൂ, ആവോളം കുടിക്കൂ. പിന്നല്ലാതെ കിഡ്നി വർക്ക് ചെയ്യട്ടെ. കിഡ്നിനെ പണിയെടുപ്പിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ ഇരിക്കുന്നത്? ഉറങ്ങാൻ വേണ്ടി, ടൈമിട്ടും ഉറങ്ങാൻ വേണ്ടി. മാഡം, ഒരു കാര്യം ഞാൻ പറയാം. പഞ്ചായത്ത് പൈപ്പിലെ വെള്ളം ശുദ്ധീകരിക്കണം, ശുദ്ധീകരിക്കാം. പക്ഷേ മാഡം ഞങ്ങളെ കാണേണ്ട രീതിയിൽ കാണണം. പണം പണം കൈക്കൂലിയാ ഉദ്ദേശിച്ചത്, വേറൊന്നുമല്ല. തനിക്ക് കൈക്കൂലി തരണം. താനേ വൈകിട്ട് വീട്ടിലോട്ട് വാ, തനിക്ക് ഞാൻ ഉരുട്ടി തരാം. കേട്ടല്ലോ? വരുമല്ലോ വീട്ടിലോട്ട്. എന്റെ ഭാര്യയോട് തോൽവി തോൽവി. വീട്ടിലാ പരാതി കൊണ്ട് എനിക്ക് ഇരിക്കപ്പുറത്തില്ല. അങ്ങനെയാണ് ഞാൻ ഓഫീസിൽ വന്നത്. അപ്പൊ ഇവിടെയും പരാതിയായിട്ട് അവള് വന്നേക്കണത്. തോൽവിയാണ് സാറേ. അവളല്ലേ ഭീകര തോൽവിയാ? അല്ല സാറ്, അവരെന്ത് സത്യസന്ധത. സാറാണ് ഒടുക്കത്തെ കൈക്കൂലി. സ്വന്തം ഭാര്യ അടുത്ത് കൈക്കൂലി ചോദിക്കുന്ന ആളെ ആദ്യമായിട്ടാണ് സാറേ. തന്നോട് ഞാൻ കൈക്കൂലി ചോദിക്കാം. വേണ്ട വേണ്ട വേണ്ട, പണിയെടുക്കാൻ നോക്കിയിരുന്നു. സാർ, ഞാൻ KCB കറണ്ട് ബില്ല് അടച്ചായിരുന്നില്ലേ? കഴിഞ്ഞ ആഴ്ച അടച്ചല്ലേ ഞാൻ? അടച്ചല്ലോ, കറണ്ട് ബില്ല് അടച്ചതാണല്ലോ. അല്ല, അതൊക്കെ എന്തിനാ എന്റെ അടുത്ത് പറയണേ? അല്ല, KCB ഫ്യൂസ് ഊരാൻ വേണ്ടി വന്നാണോ? അയ്യോ, KCB എന്ന് പറഞ്ഞല്ല, എന്റെ പേരാ പറഞ്ഞ KSCB. അങ്ങനെ നല്ല മനസ്സിലാവുള്ളൂ. KCB ആയിട്ടൊരു ബന്ധമില്ല. ഇല്ല 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 സാറേ. സാർ, ഇത് കോർപ്പറേഷൻ ആണ്, ടൗൺ ആണെന്ന് പറഞ്ഞ എന്താ കാര്യം? എന്താണ്? എന്തൊക്കെ അലമ്പ ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് അറിയോ? എന്താണ്? ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരാള് കത്തി കാണിച്ചിട്ട് എന്നോട് 500 രൂപ ചോദിച്ചറിയോ? 500 രൂപ. അയ്യോ, എന്നിട്ട് 500 കൊടുത്തേനാ കത്തി ഇങ്ങ് മേടിച്ച്. നല്ല സൂപ്പർ കത്തി. ഇതുതന്നെ ഞങ്ങൾക്ക് തന്നോടും പറയാനുള്ളൂ. എന്ത് നല്ല സൂപ്പർ കത്തി. ഇനിയെങ്കിലും ആ കത്തി നിർത്തി കാര്യത്തിലേക്ക് വാ സുഹൃത്തെ. സാറേ, വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. എന്താണ്? സ്വന്തമായിട്ടൊരു കക്കൂസ്. എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ. അതെ അതെ അതെ, എന്റെ വീട്ടിൽ 2 ആഗ്രഹമാണ് സാർ. ആ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ, മക്കളില്ല സാർ. മക്കളില്ല. ഭാര്യ എന്ത് ചെയ്യുന്നു? എന്താ കഴിഞ്ഞല്ലേ ഈശ്വരൻ വിളിച്ചപ്പോ അവള് പോയി. അയ്യോ, സോറി, ഞാൻ ഓർത്തില്ലടോ. സോറി എടോ. ദൈവത്തിന്റെ അടുത്തേക്കല്ലേ പോയത്. അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ. മരിച്ചുപോയി എന്നല്ല, പലിശക്കാരൻ അണ്ണാച്ചി വന്ന് ഈശ്വരനില്ലേ, അയാൾ വിളിച്ചപ്പോ പുള്ളിയുടെ കൂടെ പോയി എടുക്കാൻ പോണ. അതായിരുന്നല്ലേ സാറേ? ഈ കോർപ്പറേഷൻ പറഞ്ഞിരുന്നു കക്കൂസിന് തറ കെട്ടി കഴിഞ്ഞാൽ കുറച്ച് പൈസ തരാം. എന്നിട്ട് തറ കെട്ടിയോ? തറ കെട്ടി. അതിന്റെ ഫസ്റ്റ് ലഡു മേടിക്കാണ് സാർ ഞങ്ങൾ വന്നിട്ടുള്ളത്. ലഡു അല്ലടോ, ഗഡു ഗഡു ഗഡു. അതെങ്ങനെ ഷേപ്പ് എങ്ങനെയാ? ഞാൻ ഇതുവരെ കണ്ടില്ല. ഗഡു, നീ ഗഡു. അതായത് ഈ അവല് വിളയിക്കണം. വിളയിച്ചിട്ട് ശർക്കരയും തേങ്ങിക്കിട്ടിട്ട് അവന്റെ അണ്ണാക്കിലേക്ക് ഇങ്ങനെ കുത്തിക്കയറ്റി തന്നെ കാരണോ ഈ ജോലിക്ക് എടുത്തത്? സാറേ, എന്റെ അച്ഛന് കോർപ്പറേഷനിൽ ജോലി. അച്ഛൻ മരിച്ചപ്പോ കിട്ടിയ ജോലിയാണ്. അച്ഛൻ എങ്ങനെ മരിച്ചത്? എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി അച്ഛനെ വിഷം കൊടുത്തു കൊന്നു.
വിഷോടോ താനൊക്കെ അവിടെ പോയി സുഹൃത്തെ അങ്ങനെയൊന്നുമല്ല. എടോ തന്റെ കക്കൂസിന് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ പണം അനുവദിക്കുന്നത്. അതിന്റെ ആദ്യ ഘട്ടത്തിനെയാണ് ഗഡു എന്ന് പറയുന്നത്. അല്ലാണ്ട് ലഡുവും ഗഡു ഈ പറഞ്ഞ സാധനമായിട്ട് ഉണ്ടായിട്ടൊന്നും ഒരു ബന്ധം അതാണല്ലേ ഇനിയെങ്കിലും താനത് മനസ്സിലാക്കി. എനിക്ക് മനസ്സിലായി സാർ. എടോ തന്റെ ഫണ്ട് ഇതേവരെ പാസ്സായിട്ടില്ല. പണ്ട് പാസ്സായിട്ടുള്ളത് ഇപ്പൊ പാസ്സാക്കാലോ. പണ്ടത്തെ അല്ലടോ ഫണ്ട് കാര്യം പൈസ അത് പാസ്സായിട്ടില്ല. അതാണ്. ആ എന്തായാലും താനിവിടെ വന്നതല്ലേ? അതെ. താനൊന്ന് കരം പതിപ്പിച്ചേരി. അതിനെന്താ കറക്റ്റായിട്ട് വഹിച്ചിട്ടുണ്ട്. 5 വിരലും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എവിടോ താനൊക്കെ എന്ത് സർക്കാർ ഉദ്യോഗസ്ഥനാണ്? പോയി ഞാൻ തന്റെ സീനിയർ ഓഫീസറെ ഒരുത്തം വന്ന് തല്ലിട്ട് പോയിട്ട് താനത് കണ്ട് മെഴുകിയാന്ന് പറഞ്ഞു നിൽക്കുന്നോ? കേസ് കൊടുക്കണം. അവനെതിരെ നമുക്ക് കേസ് കൊടുക്കണം. കേസ് കൊടുക്കണം. വെറുതെ വിടരുത്. വിടരുത്. പക്ഷെ കേസ് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ തെളിവില്ല. തനിക്ക് ഒരു ഫോട്ടോ എങ്കിലും എടുത്ത് വെക്കാറില്ല. തെളിവുണ്ടല്ല. CCTV ക്യാമറ നമ്മുടെ ഓഫീസിലല്ലേ? അതിന് തെളിവില്ലേ? അത് കാണിച്ചപ്പോരെ. എടോ ഞാൻ ഇവിടെ ജോലിക്ക് വന്നതിന്റെ പിറ്റേന്ന് തന്നെ CCTV ക്യാമറ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. എന്തിനാ? എനിക്ക് മനസമാധാനമായിട്ട് കൈക്കൂലി മേടിക്കാൻ. ലോക തോൽവി സാർ ഇങ്ങനെ കിട്ടുള്ളൂ. എന്തിനു കാണിക്കും? കാലത്തി ഒരുത്തന്റെ അടിയും കിട്ടി എന്തൊരു കഷ്ടമാണെന്നു. ഇനി അടിക്കാനാണ് നിന്റെ ഉദ്ദേശം? ഒന്നും നടക്കൂലടാ. ഒരു കാരണത്ത് അടിച്ച് മറു കാരണം കാണിച്ചു തരാൻ ഞാൻ ഗാന്ധി ചെയ്യണ്ട. അല്ല സാറേ, സാറോ എവിടെ പോണ കമാട്ടാ സാറേ തല്ലാൻ വന്നതല്ല സാറേ. പിന്നെ ഞാൻ പുറത്ത് നിന്നപ്പോ ആലോചിച്ചു സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് കക്കൂസില്ലാണ്ട് ജീവിക്കാൻ പറ്റും സാറേ. അതുകൊണ്ടാണ്. ഇപ്പോഴാണ് നിനക്ക് ബോധം തെളിഞ്ഞതല്ലേ? എന്റെ കരണത്ത് തല്ലിയപ്പോ നിനക്ക് ബോധം ഉണ്ടായിരുന്നില്ല. എന്താണ് നിനക്ക് വേണ്ടത്? കക്കൂസ്. നീ ജന്മത്ത് കക്കൂസിലിരുന്ന് സാധിക്കൂലടാ. സാറേ നടക്കില്ല. നീ പറമ്പിൽ പോയി സാധിച്ചാ മതി. കക്കൂസ് വേണമല്ലേ? അയ്യോ അങ്ങനെ പറയല്ല സാറാ. നീയൊന്നും ഭക്ഷണം കഴിക്കേണ്ട. അപ്പൊ കക്കൂസിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. നീയൊക്കെ വെള്ളം കുടിച്ചാ മതി. അപ്പൊ മുള്ളിക്കായല്ലോ. ബാത്റൂം വേണ്ടേ? അതിനും വേണ്ട. അതേ ഏതെങ്കിലും പറമ്പിൽ സാധിക്കടാ. അയ്യോ അങ്ങനെ പറയരുത് സാറേ. കക്കൂസ് വേണമല്ലേ? നിനക്ക് കക്കൂസ് വേണമല്ലേ? എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നിനക്ക് ഞാൻ കക്കൂസ് തരില്ല 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 തരും. തന്നിരിക്കും. ഇത് എത്രയുണ്ട്? 5000. ഞാനേ യൂറോപ്യൻ ക്ലോസറ്റും എടുക്കാൻ വെച്ച പൈസയാണ് സാർ ഇത്. സാറിനറിയോ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇന്ത്യൻ സ്റ്റൈൽ ഇരിക്കുന്ന യഥാർത്ഥ ദേശാഭിമാനിയാണ്. ഒരിക്കലും ഇതേ സ്നേഹം കൈവിടരുത്. താങ്ക് യു സാർ. താങ്ക് യു സാർ. അപ്പൊ അതൊന്ന് റെഡിയാക്കി തന്ന. അപ്പൊ തനിക്ക് കക്കൂസ് അനുവദിക്കണം അല്ലേ? അതെ സാറേ. താൻ പോയിട്ട് ഒരു 2.5 മാസം കഴിഞ്ഞിട്ട് വാ. 2.5 മാസം കഴിഞ്ഞിട്ടാ? ഞാനൊന്ന് ആലോചിക്കാം. ആഹാ എന്റെ ഇത് പൈസയും മേടിച്ചു വെച്ചിട്ട് പിന്നെ ആലോചിക്കട്ടെ എന്നാ. എടോ താൻ സ്നേഹത്തോട് എനിക്കൊരു പാരിതോഷികം തന്നു. ഞാനത് സ്നേഹത്തോടെ സ്വീകരിച്ചു. അത്രേ ഉള്ളൂ. അത് പാരിതോഷികമൊന്നല്ല. ഞാൻ സാറിന് തന്ന കൈക്കൂലിയാ. കൈക്കൂലി? സാറിനെ പിടിപ്പിക്കാൻ വേണ്ടിട്ട്. നാഫ്തലിൻ പൗഡർ ഇട്ടിട്ടുണ്ടോ? ഇല്ല, കുട്ടിക്കൂറിയാണ്. അതുപോലും അറിയില്ല. അന്നത്തെ അവൻ എന്റെ കൈക്കൂലി പിടിപ്പിക്കാൻ വേണ്ടി പിടിപ്പിക്കും സാർ. എടോ അതിനൊക്കെ തെളിവ് വേണം. തെളിവില്ലല്ലോ തന്റെ കയ്യിൽ. തെളിവുണ്ട്. എന്ത്? ഇവിടുത്തെ CCTV ക്യാമറ. എടാ വിഡ്ഢി, ആ CCTV ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് കാലം എത്രയായി? പിന്നെ നീ എങ്ങനെ പിടിപ്പിക്കും എന്നെ? പിടിപ്പിക്കും സാറേ. എങ്ങനെ? ആ CCTV ക്യാമറ ഇപ്പൊ ഓൺ ചെയ്തിട്ട് വരുന്ന വഴിയാണ് സാർ. എന്തിന്? തെളിവ് വേണ്ടേ സാർ? ദൈവമേ, ഈ CCTV ക്യാമറ കാരണം ഇന്നത്തെ ടിവിയിൽ മൊത്തം എന്റെ പടമായിരിക്കുമല്ലോ. ഇന്ന് ചേച്ചി സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിന്ന് ഞാനൊരു കിടിലം ആക്ട്രസസിനെ, എന്റെ മാത്രം ഇൻഫ്ലുവൻസ് ആണ്. അവരങ്ങനെ സാധാരണ മലയാളത്തിൽ ഇന്റർവ്യൂ കൊടുക്കാറില്ല. പക്ഷെ നമ്മുടെ ഫ്ലോർ അവർക്ക് വേണം, ഇവിടുന്ന് ചെയ്തോട്ടെ എന്ന് വെക്കുമ്പോ ഇവർക്കും കാണാം, നമുക്കും കാണാം, എല്ലാവർക്കും കാണാം. അഖിലേട്ടനൊക്കെ നല്ല ആഗ്രഹമുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നമ്മളൊന്ന് ചിരിച്ച് സപ്പോർട്ട് ചെയ്യണം. ചിരിക്കൂലേ? ഉറപ്പല്ലേ? ഉറപ്പ്. അപ്പൊ നമുക്ക് ചേച്ചി ബാറ്ററി ഓൺ ചെയ്ത് തരണം. ബാറ്ററി ഓൺ ഓണായി. ബാറ്ററി ഓണായി, നിങ്ങളോയി, നമ്മളോണായി, എല്ലാരും ഓണായി. അപ്പൊ ഞാൻ വിളിക്കാണ്. ശരത്തെ, ഷൈനെ, ഐശ്വര്യ, ഓടിവാ. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ ആണോ? ഓക്കെ ആണ് സാർ. ഓൾ ക്രൂ ഓക്കെ ആണോ? അയ്യോ ഇത് മുറുകിയിട്ടില്ല സാർ. എന്തോന്നു ക്രൂ?
ഓൾ ക്രൂ ഓക്കെ ആണോ? ഓക്കെയാണ് സാർ, ഓക്കെയാണ് സാർ. ക്യാമറ ഓക്കെ ആണോ? സാറേ ഞാൻ ഈ ക്യാമറ എവിടെ വെക്കണം സാറേ? നീ ഇത് എവിടെ വെച്ചാലും കുഴപ്പമില്ല, ഇവരുടെയൊക്കെ മുഖം എനിക്ക് കിട്ടണം. ഓക്കെ സാർ. ഐശ്വര്യ ഓക്കെ ആണോ? അല്ല സാർ, ഐശ്വര്യ എസ് ആണ് സാർ. യെസ്സോ? അല്ല ഇൻഷലല്ലേ ചോദിച്ചേ? എന്റെ കുഞ്ഞു വെച്ചാൽ അതല്ല, നീ ഓക്കെ ആണോ, റെഡി ആണോന്ന്? ആ ഓക്കെയാണ് സാർ, ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയാലോ? എവിടെയാണ് സാർ? ഈ തേക്കടി. ഓ പിന്നെ ഇവിടെ അടുത്തുള്ള ലുലു മാളിൽ കൊണ്ടുപോകില്ല, പിന്നെയാണ് തേക്കടി. എടി, എന്റെ പൊന്നു കൊച്ചടി, തേക്കടി നടി, തേക്ക് പോകാം. ഓ തേക്ക് പോവാന്ന്. ആ ഓക്കെയാണ് സാർ, ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ആക്ഷൻ. ഹലോ ഗൈസ്, എല്ലാവർക്കും GDMRNG. അതെന്തോ നടി? ഗുഡ് മോർണിംഗ് ഷോർട്ട് ഫോം സാറേ. എന്റെ പൊന്നു കൊച്ചേ, എന്റെ വായിക്കുന്ന ഷോർട്ട് ടൈം കേൾക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടുന്ന് ഡയലോഗ് പറ കേട്ടോ. ആ പറയ് സാറേ, പറയ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ആക്ഷൻ. എല്ലാവർക്കും നീലമയിൽ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നിവിടെ ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് ഈഴവ മൂവിയിലെ നായികയും നായകനുമാണ്. നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. വെൽക്കം. സോറി പാട്ട് കേട്ട എനിക്ക് ഇങ്ങനെയാണ്. സോറി. ഹായ് സാർ. ഹായ് മാം. ഓ. മാഡം, യുവർ ഡ്രസ് ഈസ് ഓസം. ആര് പറഞ്ഞു ഓസാണെന്ന്? ഞാൻ ഓസല്ല. എന്റെ കയ്യിൽ സ്വന്തം പൈസക്ക് അറിയാൻ മേടിച്ചത്. മാഡം, മാഡത്തിന്റെ ഔട്ട്ഫിറ്റ് ഓസം ആണെന്ന്. അത് ഞാനല്ല, ആ പുള്ളിക്കാരനാണ്. വെല്ലോന്റെ കയ്യിൽ നിന്ന് ഓസിന് അടിച്ചിട്ട് പുള്ളിയോട് കൊടുത്തേക്കണം. ഞാനല്ല, അങ്ങനെ അത്രക്കാരിയല്ല. മാഡം സുന്ദരിയാണെന്ന്. റിയലി? അപ്പൊ ഞാനോ? വലിയ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിനിമയിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓക്കെ. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിലെ ഡയറക്ടറും നായകനും ഒന്നാണ്. എവിടെ പോണ്? അല്ല ഇങ്ങനെ എഴുന്നേക്കണ്ടേ പേര് പറയുമ്പോ? അത് സ്കൂളിൽ അവിടെ ഇരിക്കും. അപ്പോ നമുക്ക് ആദ്യം ടൈറ്റിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസറിനെ വിളിക്കേണ്ടി വരും. എന്തിന്? പുള്ളിക്കാരനാണ് ഈ സിനിമ കഴിഞ്ഞ പിന്നെ ടൈറ്റ്. ടൈറ്റ് എന്നല്ല, സിനിമ പേര് പറഞ്ഞു തുടങ്ങാന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. പറയൂ മാഡം. നരസിംഹം. നേരറിയാൻ CBI. മനസ്സിലായില്ല. സിനിമ പേര് പറഞ്ഞ് കളിക്കാന്നല്ലേ പറഞ്ഞേ? സിനിമ പേരല്ല, പിന്നെ? നിങ്ങളുടെ സിനിമയുടെ പേര് എന്താണ് ഇടവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സത്യം പറഞ്ഞ അതൊരു സിമ്പിൾ പേരാണ്. ആണോ? അതല്ല ഇതൊരു ഈ സിനിമയുടെ ശരിക്കുള്ള പേര് ഇടവഴിയിലെ വെടി ഒച്ചകൾ. അതാണ് ഈ സിനിമയുടെ പേര്. ഇടവഴിയിലെ വെടി ഒച്ചകൾ. അതിന്റെ ഷോർട്ട് ഫോം ആണ് ഇടവ. എന്താണ് ആ പേരിന്റെ അർത്ഥം? എന്താണ്? സത്യം പറഞ്ഞാൽ ഇതൊരു മോശ സിനിമയാണ്. അതൊരു പന്ന സിനിമയാണോ? ഈ കരയുന്നതിന് എന്ത് പറഞ്ഞേ? അങ്ങനത്തെ ഒരു സിനിമയാണ്. സാർ, നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇതിന്റെ ഒരു സാരാംശം കൊടുക്കാമോ? ഓക്കേ. No sir, no. No madam, no. No. I will angry. വിശക്കുന്നോ? അതല്ല, ഞാൻ കരയുമെന്ന്. ഞാൻ കരയും. ഏതായാലും പറഞ്ഞല്ലേ പറ്റും. സത്യം പറഞ്ഞ ഒരു പാവം പിടിച്ചൊരു ചെറുക്കന്റെ കഥയാണ്. പട്ടിണി പാവം പിടിച്ച ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു ചെറുക്കൻ ഇടവഴിയിൽ വെച്ച് പടക്കം പൊട്ടിക്കുന്നതാണ് ഇതിന്റെ ഇതിവൃത്തം. എന്തോന്നാ ഇതൊക്കെ? വെടിയൊച്ച. മാഡം, ഓക്കേ, ഇറ്റ്സ് ഓക്കേ. കൂൾ. മാത്രമല്ല ഇത് മറ്റു 2 ഭാഷകളിലൂടെ ഈ സിനിമ ഇറക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു മൾട്ടിലിംഗൽ സിനിമയാണോ? ഏതൊക്കെ ഭാഷയിലോട്ടാണ് ഇത്? ഹിന്ദി, തമിഴ്. അപ്പോ അതിലോട്ട് പോകുമ്പോ ഇതിന്റെ പേരിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? ഒരു മാറ്റമില്ല. ഹിന്ദിയിലാകുമ്പോ ആപ്കാ ഇടവഴി കാ ബോംബ് സത്ത് ഹേ. അപ്പൊ തമിഴിലാണെങ്കിലോ? തമിഴിലാണെങ്കിൽ അന്ത ഇടവഴിയിലെ ഗുണ്ട് സത്തോ. അങ്ങനാണെങ്കിൽ നമുക്കിനി പുതുമുഖ താരമായ മേഡത്തിൽ നിന്ന് തുടങ്ങാം. മേഡം, പേരൊന്ന് റിവീൽ ചെയ്യാമോ? My name is Genga. Genga? Yeah. Oh, Genga is a river. No, പോണ്ട. പോണ്ടേ സാറേ? അതല്ല, ഗംഗ ഇപ്പൊ പോണ്ട, അപ്പൊ പോണ്ട. പോണ്ടെന്ന് വെച്ചാൽ കുളമാണ് സാർ. പുള്ളിക്കാരി എന്ത് ചെയ്താലും കുളവാണ്. അങ്ങനെ മാഡം, ഈ സ്ക്രിപ്റ്റ് കണ്ടപ്പോ എന്താണ് തോന്നിയത്? സ്ക്രിപ്റ്റ് ആയിട്ട് തോന്നി. അങ്ങനാന്നോ? ഈ കഥ കേട്ടപ്പോ എന്താണ് തോന്നിയതെന്ന്? ഞാൻ കഥ കേട്ടില്ലല്ലോ. കേട്ടില്ല? ഇല്ല. അപ്പൊ കഥ പോലും കേൾക്കാതെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട്? അയ്യോ, അതങ്ങനല്ല.
കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സിനിമ കാണാൻ ചെല്ലുമ്പോൾ ട്വിസ്റ്റ് പൊളിയില്ലേ, അതുകൊണ്ടാണ് ഞാൻ കഥ കേൾക്കാത്തത്. ഞാൻ മൊത്തം പോയില്ലേ? ഓ ടിസ്റ്റ് പൊളിയും അതുകൊണ്ട്. അല്ല സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ സാർ ഇതിനെ പറ്റി? ഏതിനെ പറ്റി? ഇതിന്റെ നായിക വേറെ ആരോ ആണെന്നൊക്കെ കേട്ടല്ലോ. അയ്യോ, സത്യം പറഞ്ഞ ഇതൊരു നായക പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. ആദ്യം ഞാൻ സത്യം പറഞ്ഞാൽ ശ്രീവിദ്യ മുല്ലശ്ശേരി എന്ന് പറഞ്ഞ നായികയുടെ അടുത്താണ് ഞാൻ ഇതിന്റെ കഥ പറഞ്ഞത്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു 4 ആടുണ്ടെന്ന് പറഞ്ഞു. ആടുള്ളോണ്ടായിരിക്കും. പിന്നെ 2 പശുവുള്ള കൊച്ചു വന്നിട്ട് മാക്ക് അഭിനയിച്ചിട്ട് പോന്നു. ഇതൊക്കെ താരജാട പറയാനാണ്. എങ്ങനായാലും എന്താ, ഇന്ത്യൻ സിനിമയ്ക്ക് പുതിയൊരു നടിയെ കിട്ടിയില്ലേ? എക്സാക്ട്ലി. ഭാഗ്യമില്ല. താങ്ക് യു ശ്രീവിദ്യ. മാഡം ഈ സിനിമയിൽ അഭിനയിച്ചപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടോ? ബുദ്ധിമുട്ടാ, സ്ലാബ് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കോൺക്രീറ്റ് പണിയൊക്കെ ഉണ്ടായിരുന്നോ? പുള്ളിക്കാരിയല്ലേ പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ. അതല്ല, നമ്മൾ സംസാരിക്കില്ലേ? അങ്ങനാണെങ്കിൽ ഇനി സാറിലേക്ക് കിടക്കാം. സാറിന്റെ ക്യാരക്ടർ എന്തായിരുന്നു ഇതില്? സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടുമ്പുറത്തോടെ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന ഒരാളാണ്. അതിനെ വെട്ടിലായിരുന്നു? അതല്ല, മറ്റേ 13 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ. മാഡത്തിന്റെ ക്യാരക്ടർ എന്തായിരുന്നു? ഞാൻ ഉള്ളിൽ തീയായിട്ട് അടുക്കളയിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളായിരുന്നു. അപ്പൊ അടുപ്പ് അതല്ല, അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു. ക്യാരക്ടർ അങ്ങനെ ആയിരുന്നു. അപ്പൊ ഇനി നമുക്ക് നേരെ ഗെയിമിലോട്ട് കടന്നാലോ? ഗെയിമുണ്ട്, ഗെയിമൊക്കെ ഉണ്ട്. കുസൃതി ചോദ്യമാണ് ഇനി അടുത്തത്. അങ്ങനെയാണെങ്കിൽ സാറാണ് കുസൃതി അല്ലേ സാറേ? നീയാണ്. ഹലോ ഇന്റർവ്യൂ ആണേ. ഇന്റർവ്യൂ ചോദിക്കട്ടെ. ഇതൊരു കുസൃതി ചോദ്യമാണ്. നിങ്ങൾ സിനിമാ ഫീൽഡിലുള്ളതായതുകൊണ്ട് അത് ഇന്ന് തുടങ്ങാം. ഒരു മയിൽപീലി വിടർത്തി ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പറയും. തുമ്പത്തിരിക്കുന്നു, തുമ്പത്ത്. ഞാൻ കുറച്ചുകൂടെ കേറിയിരിക്കാം. അതല്ല, സാർ പറയും. സാർ എന്താണ് സാർ ഇത്? എനിക്കറിഞ്ഞൂടാ. ഞാൻ തന്നെ പറഞ്ഞുതരാം. പറഞ്ഞോളൂ. ഒരു മയിൽപീലി വിടർത്തി ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് പീലി പോസ്റ്റ്. വേറെ ക്വസ്റ്റ്യൻ ആണേ, ഉത്തരം പറയണം, ആലോചിച്ച് പറഞ്ഞാൽ മതി. സാറും മാഡം കൂടി കാറിൽ കാട്ടിൽ പോകുന്നു. ഒറ്റയ്ക്കോ? ഞാൻ കൂടില്ലേ? കുഴപ്പമില്ല. സങ്കല്പമാണ്. പറയട്ടെ. പോകുന്ന വഴിക്ക് പകുതി എത്തിയപ്പോൾ വഴി തീർന്നു പോയി. എങ്ങനെ രക്ഷപ്പെടും? സാർ, വഴി തീർന്നു പോയെന്നോ? നമുക്ക് ഇവിടെ സ്റ്റേ അടിച്ചിട്ട് രാവിലെ നടന്നിങ്ങി പോന്നാ പോരെ? സാർ ഉണ്ടാവുമോ? ഞാൻ ഉണ്ടോ. പിന്നെ സാറുണ്ടെങ്കിൽ കുഴപ്പമില്ല. സങ്കല്പമാണ്. എല്ലാം സങ്കല്പം തന്നെ. നിങ്ങൾക്ക് ഉത്തരം അറിയത്തില്ല, ഞാൻ പറഞ്ഞു. വഴി തീർന്നിരിക്കുവല്ലേ? മാഡം കാറിൽ വെച്ചൊരു തമാശ പറയുന്നു. ആ തമാശ കേട്ട് സാറും മാഡം കൂടി പൊട്ടിച്ചിരിക്കുന്നു. പൊട്ടിച്ചിരിച്ചൊരു വഴിക്കാവുന്നു. അങ്ങനെ നിങ്ങൾ രക്ഷപ്പെടുന്നു. അയ്യോ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ ഒരു വഴിക്കായിട്ടുണ്ട്. ഞങ്ങൾ ആ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ. അല്ല, ഞാൻ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കണം ഞങ്ങളോട് ചോദിക്കില്ലേ? നിലവാരമുള്ള ചോദ്യം ചോദിക്കാൻ പറ്റും. ഫാമിലിയിലോട്ട് കിടക്കാം. ഫാമിലിയിലോട്ട് കിടക്കാം. മാഡത്തിന്റെ ലൈഫ്. അവിടെ വരെ പോണം. മാഡത്തിന്റെ ഫാമിലി. ഓക്കെ, മാഡം മാരീഡ് ആണോ? അതെ, ഞാൻ മാരീഡ് ആണ്. അപ്പൊ മക്കളൊക്കെ? ട്വിൻസ് ആണ്. ട്വിൻസ് ആണ്. എന്തായിരുന്നു അവരുടെ പേരെന്തായിരുന്നു? ഒരാളുടെ പേര് ഞാൻ ഓർക്കട്ടെ. ഒരുപാട് നാളെ ഞാൻ കുടുംബത്തോട്ടൊക്കെ പോയിരുന്നു. തിരക്കുള്ള ആളല്ലേ? പീറ്റർ എന്നാ മറ്റായിരുന്നു എന്നോട് പറഞ്ഞു. പീറ്റർ. അപ്പൊ മറ്റേ ആള്? റിപ്പീറ്റർ. അങ്ങനാണെങ്കിൽ മുന്നേ എന്തായിരുന്നു? ഞാൻ ആങ്കറിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ ഇപ്പൊ വിട്ടു നിൽക്കുകയാണ്. ബട്ടൺസ് വിട്ടുപോയോ? അല്ല, ഞാനിപ്പോ അവിടുന്ന് മാറി നിൽക്കുകയാണെന്ന് ഉദ്ദേശിച്ചു. ഓ, വിട്ടു നിൽക്കുകയാണ്. എന്താണ് കാരണം? എന്താണ്? ഡ്രസ് കുറയ്ക്കണമെന്ന് പറഞ്ഞു. അതിലേന്നോ? അയ്യോ, ചാനലല്ല, ഡോക്ടർ പറഞ്ഞു. ഓ, സ്ട്രെസ്. ഈ മാഡത്തിന്റെ ഒരു തമാശകള്. ഇനി നേരെ നമുക്ക് സാറിന്റെ ഫാമിലിയിലോട്ട് പോവാം. എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ സിനിമയാണ്. അത്രയ്ക്ക് ഇഷ്ടമാണോ സിനിമയെ? അല്ല, എന്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം എന്റെ ഫാമിലിക്ക് വിളിക്കും. അതുകൊണ്ട് എന്റെ സിനിമ ഫാമിലിയാണ്. സാർ മൊത്തത്തിൽ എത്ര സിനിമ ചെയ്തിട്ടുണ്ട്? ഞാനിത് 3ാമത്തെ സിനിമയാണ് ചെയ്തത്. 3ാമത്തെ സിനിമയാണ്. അപ്പൊ ആദ്യത്തെ സിനിമ അച്ഛനെവിടെ? അച്ഛനെവിടെ? ഇത് കണ്ടിട്ട് നാട്ടുകാരും ചോദിച്ചു എവിടാ നിന്റെ തന്ത എവറാ? അങ്ങനെയാണെങ്കിൽ 2ാമത്തെ സിനിമയെ പറ്റി പറ. 2ാമത്തെ സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു. ആണോ? എങ്ങനായിരുന്നു അതിന്റെ പേരെങ്ങനായിരുന്നു? മൈ ഫാൾട്ട്. അപ്പൊ അത് കണ്ടിട്ട് എന്താണ് പ്രതികരണം? എന്താണ് ഇത് കണ്ടിട്ട് എന്റെ അച്ഛനും എന്നോട് പറഞ്ഞത് ഇത് തന്നെയാണ്. എന്ത്? മൈ ഫാൾട്ട്. സാർ,
ഈ വ്യാജ പകർപ്പ് ഇറക്കുന്നവരെ പറ്റി എന്താണ് സാറിന്റെ അഭിപ്രായം? ശരിക്കും പറഞ്ഞാൽ അത് മോശമല്ലേ? ആ, മോശം. എനിക്ക് അമ്മാരെ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അമ്മാരെ ഇടിച്ച് നൂത്ത് നാശമാക്കും. എനിക്ക് കണ്ടുകൂടാ അമ്മാരെ. അത്രക്ക് ദേഷ്യമാണ്. പിന്നെ ദേഷ്യം വരായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അമ്മാരെ എല്ലാ സിനിമയുടെയും പ്രിന്റ് എടുത്തിട്ട് അമ്മാര് ഇറക്കത്തില്ലേ? ഇന്നേ വരെ എന്റെ സിനിമയുടെ ഇറക്കിയിട്ടില്ല. എന്തുകൊണ്ട് ഇറക്കുന്നില്ല? എന്റെ സിനിമ എന്താ സിനിമയല്ലേ? 10 പേര് കാണുന്നതിന് അമ്മാർക്ക് എന്തോ കുഴപ്പം? എനിക്ക് വിഷമം വരത്തില്ലേ? സാറിന്റെ മൂഡൊന്ന് മാറ്റാം. അങ്ങനെയാണെന്നെങ്കിൽ ഇപ്പുറത്തോട്ട് എന്തിന് മൂഡ് മാറ്റുന്ന കേസ് എന്താ പറഞ്ഞു? ഒരു ഗെയിം കളിക്കാന്ന്. ഒരു രസിപ്പിക്കുന്ന ഗെയിം, ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഗെയിമാണേ. അതിനാ ലോൺ കിട്ടുമോ? ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സാർ മാഡം ഒന്ന് എണീറ്റിക്കണേ. എണീറ്റ് തിരിഞ്ഞു നിക്കണേ. ദൂരത്തല്ല, ചേർന്ന് നിക്ക്. പറയണ്ടേ, എനിക്കും അതാണ് വേണ്ടത്. അപ്പൊ സാർ മാഡം എന്നെ നോക്കി നിൽക്കൂ. സാർക്ക് ആ ക്യാമറ നോക്കി നിൽക്കൂ. ഇതൊരു ബലൂൺ ആണ്. ഈ ബലൂൺ ഞാൻ നിങ്ങൾക്കിടയിലോട്ട് ഇങ്ങനെ വെക്കുന്നു. ഇത് താഴെ വീഴാതെ നിങ്ങൾ പൊട്ടിക്കണം. അപ്പോ യുവർ ഗെയിം സ്റ്റാർട്ട്സ് നൗ. താഴെ വീഴരുത്. ഇല്ല, താഴെ വീഴരുത്. പൊട്ടുന്നില്ലേ? ഇങ്ങനെയാണെങ്കിൽ സാറിന്റെ സിനിമയായിരുന്നു നല്ലത്. പെട്ടെന്ന് പൊട്ടിയാനെ. എന്നാ ഒരു ഐഡിയ ഉണ്ട്. അങ്ങോട്ട് പോ. സാറേ എവിടെ പോകുന്നു സാറേ? നമുക്ക് അപ്പുറത്ത് കൊണ്ട് കുത്തിപ്പിടിച്ചിട്ട് വരാം. അത് വേണ്ട സാറേ. പറ്റൂലേ? പോകൂല സാർ. ഒരു കാര്യം പറയട്ടെ. അല്ല, ഞാൻ വേറെ ഐഡിയ പറഞ്ഞാലോ? എന്താണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കേ തിരിഞ്ഞു നിന്നിട്ട് നമുക്ക് ചെയ്താലോ? സാറിനെ ഞാൻ പൊട്ടിക്കണോ? വേണ്ട. സാറേ ഒരു കാര്യം ചെയ്യാവോ? ഭയങ്കര ക്ഷീണം, ഞാൻ ഭയങ്കര ടയർഡാണ് സാർ. അതുകൊണ്ട് എനിക്കൊന്ന് ഇരിക്കണം. ഇരിക്കാനോ? ബോൾ പോയാൽ നമ്മൾ തോക്കില്ലേ? താഴെ പോകരുതല്ലേ സാർ? നോക്കിയിരിക്കണേ സാറേ. നോക്കിയിരിക്കണേ. മാഡം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മാഡം? 1 ലൈൻ പ്ലീസ്. ഒരു മിനിറ്റ്. മാഡം ഇതെന്തോന്ന്? 1 ലൈൻ ബുക്ക്. 1 ലൈൻ ബുക്കും കൊണ്ട് വന്നേക്കും. കുടിക്കാൻ എന്തെങ്കിലും തരാനാ ഞാൻ പറഞ്ഞത്. കുടിക്കാൻ? ഗെയിമിന് സമയം തീർന്ന്. സാറേ തീർന്നെന്ന ഗെയിം തീർന്നോ? തീർന്ന് സാറേ എന്തിനാ സാറേ കരയുന്നത്? എന്റെ ആരാധകർ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? ഇത്രയും സിനിമ പൊട്ടിച്ച എനിക്ക് ഈ ബലൂൺ പൊട്ടിക്കാൻ കഴിവില്ലെന്ന് വിചാരിക്കത്തില്ലേ? സാറേ യു ആർ നോട്ടി. അവിടുത്തെ സന്തോഷം നോക്കിക്ക് ആ പിള്ളേരുടെ ഒരു സ്കിറ്റ് ലൈവായിട്ട് കണ്ടേന്റെ അല്ലേ അനുശ്രീ? എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ സ്കിറ്റ്? അടിപൊളിയായിരുന്നു. ആർക്കൊക്കെ അഖിലിനെ പോലെ തോന്നിച്ചു അല്ലെ? ആ ഫസ്റ്റ് ഡാൻസ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അഖില് ചെയ്യുന്ന പോലെ. അഖിലും ഷൈനും കല്യാണം കഴിച്ച ഇങ്ങനത്തെ ഒരു കുട്ടി. ആദ്യം വന്നപ്പോ അഖിലിനെ പോലെ തോന്നി. അഖിലിന്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ അവന്. കുറച്ചുമ്പോ കാലെടുത്ത് സെറ്റ് ചെയ്ത മേളിൽ വെച്ചപ്പോ കറക്റ്റ് ആക്കി. ഐശ്വര്യന്റെ എനർജി ഈസ് ടു ഗുഡ്. നല്ല ബോഡി. ആ മോളിൽ നിന്ന് ഒരു ചാട്ട ഇരുന്ന് താഴ്ത്തി അതൊക്കെ സൂപ്പറായിരുന്നു. ശരത് സോ ബ്യൂട്ടിഫുൾ ഗേൾ. നന്നായിട്ടുണ്ട്. ഇവരുടെ കോസ്റ്റ്യൂമിലും അടിപൊളിയായി, ഇവരുടെ സ്കിറ്റും അടിപൊളിയായി, നമ്മളും ഒരുപാട് ചിരിച്ചു. ബാറ്ററി എത്രത്തോളം ഹാപ്പി ആയി നിന്നെ നമുക്ക് നോക്കിയാലോ? നോക്കാം. പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ പണമൊഴുകണ കളി പറന്നിറയേണ്ട എന്താണ് ശരത്? Anyways, we are so happy കാരണം നിങ്ങളുടെ ഗ്രാഫും അതുപോലെ തന്നെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് തന്നെ ഇങ്ങനെ കീപ്പ് അപ്പ് ചെയ്യാം. 75,000 എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് ബാറ്ററി ഇതുവരെ മാർക്കും അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഏത് ടീം അൺലോക്ക് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ഞങ്ങളും വെയിറ്റ് ചെയ്യാണ്. എത്രയും പെട്ടെന്ന് അതും സാധിക്കട്ടെ. അപ്പം ചേച്ചി പൈസ ഇട്ട് കൊടുത്തോ? ചേച്ചി ഒരു കാര്യം പറഞ്ഞേ. പൈസ വേണ്ട. ശരത്ത് പറയുന്നു പൈസ വേണ്ട. എനിക്കൊരു കാര്യം പറയാണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ വീണ്ടും ഒരിക്കൽ കൂടെ എന്റെ ഇൻചാർജ് ആശ മാഡം, പിന്നെ നഴ്സിംഗ് സൂപ്രണ്ട് പുഷ്പ മാഡം, പിന്നെ ഞങ്ങളുടെ CNO TP ബേബി മാഡം എല്ലാരും നിങ്ങളെല്ലാരും അന്വേഷിച്ചെന്ന് പറയാൻ നഴ്സാണോ? ആശ, പുഷ്പ, ബേബി 3 പേർക്കും ഒരു വലിയൊരു നമസ്കാരം. അപ്പൊ ചേച്ചി സൂപ്പർ. 50,000 rupees credited. Congratulations. അപ്പൊ നമ്മൾ വീണ്ടും കാണും.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇങ്ങനെ നമ്മുടെ എപ്പിസോഡ് കണ്ട് ഇങ്ങനെ ചാർജായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ചാർജിന്റെ കൂടെ ചെറിയൊരു റീചാർജും കൂടെ തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ അഭിമാനമായ 3 താരങ്ങളെയും കൊണ്ടാണ് ഞാൻ ഈ ഫ്ലോറിൽ നിൽക്കുന്നത്. ടീം കറുക ചാർജ് അല്ലേ? ആ ചാർജില് ബാറ്ററി ഓണാക്കി തയ്ച്ചു ബാറ്ററി ഓൺ. ചാർജ് ആവാൻ വേണ്ടി ആ 3 പേരുടെ പേര് പറയട്ടെ. നല്ല കയ്യടിയോട് സ്വാഗതം ചെയ്യാം. രഞ്ജീഷ് കല്ലാപം, നിമിഷ, രഞ്ജിത്ത് മാമൻ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ കുരങ്ങൻകുഴി പഞ്ചായത്തിലെ 7ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ഉജ്ജ്വലന് ബൾബ് അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ അംഗീകാരം വോട്ടായി നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നമ്മുടെ സ്ഥാനാർത്ഥി ഉജ്ജ്വലൻ. നമ്മുടെ ചിഹ്നം ബൾബ്. ഒന്നിച്ചൊട്ട കൊടിക്കീഴേ കുത്തണ്ട, തൊട്ടാ മതി. തൊട്ട് വിജയിപ്പിക്കുക. പറയങ്ങോട്ട്. നമ്മുടെ ചിഹ്നം ഉജ്ജ്വലൻ. നമ്മുടെ സ്ഥാനാർത്ഥി ബൾബ്. ആദ്യം തന്നെ കൊണ്ട് തോലച്ച്. അങ്ങനെയല്ല, എന്റെ പൊന്നു ഭാര്യയെ, ഞാൻ ജയിക്കണമെങ്കിൽ നീ കറക്റ്റ് ആയിട്ട് പറയണം. അത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ജയിക്കണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആവണം. അത് കറക്റ്റാ. നമ്മൾ കറക്റ്റ് ആയാലേ നമ്മൾ ജയിക്കുള്ളൂ. അത് കറക്റ്റാണ്. പിന്നെ ഒരു കാര്യം, നാളെ തൊട്ട് ഇലക്ഷൻ പ്രചരണം അങ്ങ് തുടങ്ങുകയാണ്. ഒരു ഭാര്യ എന്ന നിലയിൽ നീ വേണം മുന്നിൽ നിന്ന് നയിക്കാൻ. അത് ഞാൻ മുന്നിൽ നിന്ന് നയിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പ്രചരണത്തിന് വരുമ്പം എനിക്ക് ഉടുത്തൊരുങ്ങി വരാൻ ഒരു പട്ടുസാരി ഇല്ല. പട്ടുസാരി ഉടുത്തോണ്ടാണ് പ്രചരണത്തിന് പോണത്. പിന്നെ പട്ടുസാരി ഉടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പതി കിട്ടത്തില്ല. സിമ്പതി കിട്ടൂല. സിമ്പതിക്ക് വേണ്ടിട്ടാണ് വോട്ട് തണ്ടാനല്ലേ പോണത്. അയ്യോ, സിമ്പതിയാണ് ഈ വോട്ടായി മാറുന്നത്. അതുകൊണ്ട് പട്ടുസാരി ഒന്നും ഉടുക്കരുത്. വേണ്ടേ, അമ്മയുടെ പഴയ സാരി അടുക്കളയിരിപ്പുണ്ട്. അതൊക്കെ എടുത്ത് ഉടുത്തിട്ട് വേണം നാളെ നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ. അത് ഞാൻ ഉടുക്കാം, പക്ഷെ എനിക്ക് പട്ടുസാരി വേണം. ഞാൻ ജയിച്ച് മെമ്പർ ആവട്ടെ, എന്നെ പട്ട് പുറച്ച് കിടത്തും ഞാൻ. പട്ടുസാരി ഉടുത്ത് നടത്തും ഞാൻ. പിന്നെ രാവിലെ തുടങ്ങി കൈയുടെ വാദത്തിന്റെ എക്സസൈസ് അല്ല, ഞാൻ മെമ്പർ ആവൂലേ, അപ്പൊ കൈയിട്ട് വരാനുള്ള എക്സർസൈസ്. പഞ്ചായത്തല്ലേ, യാത് സൈഡിൽ നിന്ന് ഫണ്ട് വന്നെന്ന് പറയാൻ പറ്റില്ല. എല്ലായിടത്തുനിന്നും പാരി നമ്മൾ ശീലിക്കണ്ടേ. ഇങ്ങനെ ഫണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാ നിനക്ക് പുതിയ സാരി, പുതിയ വണ്ടി, പുതിയ വീട്, എനിക്ക് പുതിയൊരു ഭാര്യ. ഇതൊക്കെ വരുമ്പോ നീ ഒരു പുതിയ ഭാര്യയായി മാറത്തില്ലേ? അപ്പൊ നീയാണല്ലോ എന്റെ പുതിയ ഭാര്യ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അല്ല, തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞോട്ട്. പിന്നെ നിങ്ങൾ ഈ തുള്ളിച്ചാടി നടക്കുന്നത് വെറുതെ ആയിരിക്കും ചിലപ്പോ. പാർട്ടി നിങ്ങളെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ നേതാവായിട്ട്? ഇടി, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ ഇവിടെ നിന്ന് തോറ്റത്. എന്റെ പാർട്ടിയിൽ എന്നെ പോലെ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടാ? ഞാനേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ സ്ഥാനാർത്ഥി 5 മണിക്ക് പ്രഖ്യാപിക്കും. അതിന് മുന്നോടിയായി നമ്മുടെ ഈ പുതിയ മതിലിൽ ഇന്ന് ചുമരെഴുത്ത് ആരംഭിക്കാൻ പോവുകയാണ്. ഈ മതില്ല? ചുമരെഴുതാൻ പോകുന്നത് ആരെന്നറിയാമോ? ആർട്ടിസ്റ്റ് സനൽ പട്ടകുളം. പിന്നെ ഇപ്പം വരും. അയ്യോ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിളിക്കല്ലേ, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നിൽക്കാൻ. വരാന്ന് പറഞ്ഞാ വരാം പൂച്ചാണ്ടി റെയില് വണ്ടിയില്ലേ. നിങ്ങൾ വെച്ചിട്ട് പോ, ഞാൻ വിളിക്കാം. ഈ ഇലക്ഷൻ വന്നതിന് ശേഷം എന്തുമാത്രം ചിഹ്നങ്ങളെന്നറിയാമോ? ഒരിടത്ത് ചീപ്പ്, ഒരിടത്ത് കണ്ണാടി, ഒരിടത്ത് സോപ്പ്, ഒരിടത്ത് തീപ്പട്ടി. ഇവിടുത്തെ ചിഹ്നം ചിറ്റിയലല്ലേ? അല്ലല്ല, ബൾബ്. അയ്യോ, ഇപ്പൊ ഇലക്ഷന് മുമ്പ് ചിറ്റിയെടുത്ത് ബൾബ് അടിച്ച് പൊട്ടിച്ചു. അതുകൊണ്ട് ചോദിക്കുകയാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എഴുതാൻ തുടങ്ങാം. നീ വരി, ഇനിയിപ്പൊ അങ്ങോട്ട് എഴുതാനുള്ളതാണല്ല. അതെ, എഴുത്തും വായനയൊക്കെ അറിയാമോ? എന്റെ അടുത്ത് ചോദിച്ചേട്ടാ, എഴുത്തും വായന അറിയാന്ന് എന്റെ അടുത്ത്. നിനക്കറിയാം, പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ എഴുതുന്ന പരീക്ഷാ പേപ്പറിൽ എന്റെ ടീച്ചർ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി തരും. അതെന്തിനാ അങ്ങനെ എഴുതണേ? എല്ലാ വിഷയത്തിലും എനിക്ക് ഫുള്ളല്ലേ. അടിപൊളി.
കാലയ്ക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങ് തുടങ്ങാം. ഉജ്ജ്വലനെ വിജയിപ്പിക്കണേ എന്ന് ഇതിലങ്ങ് എഴുതണം. ഉജ്ജ്വലനെ വിജയിപ്പിക്കണേ എന്ന് എഴുതണം. അപ്പൊ ഊയിൽ തുടങ്ങണം. ഓക്കെ. ഈ മതിലിൽ ഈ പിക്കുക നിക്കൂല. ആര് പറഞ്ഞു പിക്കുക നിക്കൂല? ഗ്യാസിന് കെട്ടിയപ്പോ ഒരു കുഴപ്പമില്ലാത്ത മതിൽ, എല്ലാരും ഞാൻ വരെ കയറിയുന്ന മതിലാണല്ലോ. പിക്കുക നിക്കൂലെന്ന് പറഞ്ഞു. അതല്ല, പിന്നെ വിജയിപ്പിക്കുകയല്ല, പിക്കുകയില്ലേ? പിക്കുക നിക്കൂല. കിണ നിക്കും. കേണേ ആ, വിജയിപ്പിക്കണേലുള്ള കിണ. കിണ പറ്റൂല, കിണ പറ്റൂല, കിണ പറ്റൂല. സാറില്ലേ നിന്നോ. കിണ നല്ലതാണ്. കിണ പറ്റൂല, വിജയിപ്പിക്കുക. വിജയിപ്പിക്കുക. ഞാൻ ഒരു കാര്യം പറയാം, ഈ മതിലിന്റെ നീളം കൂട്ടാൻ പറ്റുമോ? അപ്പുറത്തെ പറമ്പ് വരെ അടിക്കും. അടിക്കും. അപ്പൊ പിക്കുക നിക്കൂല, കിണേ നിക്കൂ. അല്ല, കിണ ഞാൻ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ കിണ ശരിയാവില്ല. കിണേ ചേരൂ. ഞാൻ കിണേ. അപ്പൊ ഞാൻ കിണ. എന്നാ ഞാൻ കിണ. അപ്പൊ കിണേ നമ്മൾ ഇവിടെ തുടങ്ങാല്ലേ? തുടങ്ങാം. ഞാനൊരു കാര്യം പറയാം. നമ്മളെ ചിഹ്നമായ ബൾബിൽ വരച്ചങ്ങ് തുടങ്ങിയാല. ഓക്കെ, അപ്പൊ ബൾബിൽ തുടങ്ങാം. ബൾബിൽ തുടങ്ങാം. ഇതൊന്നും പോരാ ഇലക്ഷന് ജയിക്കാൻ. ഇപ്പൊ പല രീതികളുണ്ട്. ഇപ്പൊ കണ്ടിട്ടില്ലേ, നമ്മൾ വരും എല്ലാം ശരിയാകും. ഭയങ്കര ക്യാപ്ഷൻ ആയിരുന്നില്ലേ? അതുപോലെ കിടിലൻ ക്യാപ്ഷൻ വേണം. അതെ സനലേ, നമുക്ക് ഇതിന്റെ മേളിൽ ഒരു ക്യാപ്ഷൻ എഴുതണം. ക്യാപ്ഷൻ. ക്യാപ്ഷൻ നല്ലതാണ്, നല്ലതാണ് ക്യാപ്ഷൻ. ഞാൻ പറയട്ടെ, കൂടപ്പിറപ്പായി ഞാനുണ്ടാകും. അടിപൊളി. അങ്ങനെയായിട്ട് കൂടപ്പിറപ്പായി ഞാനുണ്ടാകും ക്യാപ്ഷൻ എഴുതണം. അപ്പൊ അത് ആദ്യം എഴുതാം. ആദ്യം തുടങ്ങാം. കൂടെ കിടക്കാൻ ഞാനുണ്ടാകും. കൂടപ്പിറപ്പായി ഞാനുണ്ടാകും. നിങ്ങൾക്കൊരു കൂടപ്പിറപ്പില്ലായിരുന്നു? അങ്ങനെയോടെ പോയേ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടറാ. എന്റെ ഒരു പോസ്റ്റിന് അവൻ ലൈക്ക് അടിക്കൂല. ഒരു ചവിട്ടം കൊടുത്തത് വെളി കളഞ്ഞേ. അപ്പൊ കറക്റ്റ് ആയിരിക്കും, കൂടപ്പിറപ്പിന് ഞാൻ ഉണ്ടാവും. കറക്റ്റ് ആയിരിക്കും. ഈ ബൾബ് വരാ. പിന്നെ നമ്മൾ ഇവിടെ മാത്രമല്ല എഴുത്ത്, പ്രത്യേകിച്ച് ഈ ഗ്രാമത്തിൽ മൊത്തം എഴുതണം. അവിടെയൊക്കെ ഇതുപോലത്തെ ഓരോ ക്യാപ്ഷൻ വേണം. ഓഹോ, എന്റെ ഇപ്പം പറഞ്ഞില്ലേ, കൂടപ്പിറപ്പായി ഞാനുണ്ടാകും. അതുപോലെ വെറൈറ്റി ക്യാപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടാ? ഇന്ത്യ ഒരു ക്യാപ്ഷൻ അത് പറ. കാള കിടക്കും ഉജ്ജ്വല ഓടും. കാള കിടക്കും ഉജ്ജ്വല ഓടും. അത് കൊള്ളാം. മുറ്റത്തെ ഉജ്ജ്വലിന് അടപ്പില്ല. മുറ്റത്തെ ഉജ്ജ്വലിന് അടപ്പില്ല. ആ ക്യാപ്ഷൻ കൊള്ളാം. ഇനി ഞാൻ ഒന്ന് പറയട്ടെ, വേണമെങ്കിൽ ഉജ്ജ്വലൻ വേരിലും കാക്കും. എന്നാ എന്റെ ഒരു ഐറ്റം ഉണ്ട്. പറ. കിക്കിലിക്ക കിലികിലിക്ക ഉത്തരത്തി ചത്തിരിക്കും. ഉജ്ജ്വലൈ. എടാ, ഞാൻ ചത്തിരുന്ന പിന്നെ ആ ഇലക്ഷൻ മത്സരിക്കും. അയ്യോ, അത് ശരിയാണ്. അതൊന്നും വേണ്ട. നീ സംഭവം എന്താണെന്നറിയാമോ? ക്യാപ്ഷൻ നമുക്ക് വേറെ പിടിക്കാം. ഇപ്പൊ വേറൊരു പരിപാടിയുണ്ട്. എന്താണ്? ഒരു പാട്ടിന്റെ പരിപാടിയുണ്ട്. പാട്ടിന്റെ സൂപ്പർ പരിപാടി. സൂപ്പർ സ്റ്റാർ അല്ലേ? അതല്ല, എടാ, ഈ പാട്ട് വെച്ചൊരു പരിപാടിയുണ്ട്. അതായത് ഈ സിനിമാ പാട്ടുകൾ എടുക്കുന്നു, അതിന്റെ ഇടയിലേക്ക് ഈ ഉജ്ജ്വലനെ തള്ളിക്കയറ്റി കൊടുക്കും. മനസ്സിലായോ? ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. അങ്ങനെ ഒരു പാട്ട് കഴിഞ്ഞാൽ ഞാൻ സുഖമായിട്ട് ജയിക്കും. അങ്ങനെ എഴുതാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? കേറാത്ത സ്ഥലത്ത് ഉജ്ജ്വലനെ ചേർക്കാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരാള് എന്റെ കയ്യില് ഉണ്ടോന്ന് ചോദിച്ചാൽ പാടൂ. നീ പാടുന്നു. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പാട്ട്. ചേട്ടൻ സ്ഥാനാർത്ഥി നിൽക്കുന്ന അറിഞ്ഞ മുതൽ എഴുതി വെച്ചതാ. അങ്ങനെയാണ്. അവൾ എഴുതിയിട്ടുണ്ടെന്ന് പാട്ട് തന്നെ. എന്നാ പിന്നെ ആ പാട്ട് കേട്ടാലോ? ഒന്ന് കേൾക്കാം. ഒന്ന് കേള്. ആടിനയച്ചല്ലേ? ഓ, ചാടി. ആട് ചാടി. ആടല്ല, അവിടെ ഇങ്ങനെ എന്നാക്കിയ പാട്ടുകാരങ്ങനെ ക്ലിയർ ചെയ്തോ? പഠിക്കോ? ഉയിരിനുയിരേ ഉജ്ജലനുയിരേ ഉജ്ജലനുയിരേ ബുദ്ധകാത്ത് നിൽപ്പേ ഉയിരിനുയിരേ. വേണ്ട. ആ കൊള്ളാം അല്ലേ? കൊള്ളാം, സാധനം കൊള്ളാം. പക്ഷെ ഒരു ചീത്ത വിളിക്കുന്ന ഫീല് അത് വേണ്ട. എന്റെ അണ്ടങ്ങൊക്കെ കൊണ്ട കരി പടം അത് എവിടെയെങ്കിലും കയറി കൊള്ളും. നിന്റെ വീട്ടുകാരെങ്കിലും മത്സരിക്കാൻ കയ്യിൽ വെച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, സത്യം പറയാം, മലയാളം പാട്ടാണ് നല്ലത്. മലയാളം പാട്ടാണ് നല്ലത്. മലയാളം പാട്ടുണ്ടെങ്കിൽ പറ. മലയാളം ഒരു പാട്ടുണ്ട്. അത് പറ. ഉജ്ജലനെ കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, ഉജ്ജലൻ കുടിച്ച കള്ള കള്ളമൊന്നും പറയില്ലടാ. ആപ്പ് കയ്യിൽ നിട്ടത്. നിന്റെ ആപ്പ് പേര് ബൾബ് പോരാടാ. ചേച്ചി ഒരു ചായ എടുക്കണേ. അത് രാവിലെ ഈ ഇലക്ഷന്റെ തിരക്കിൽ പറ്റി. തനല്ലേ പാർട്ടി ഓഫീസിൽ നിന്ന് വിളിക്കണം. പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയാണ്. ഉജ്ജ്വലനെ വിജയിപ്പിക്കണേ എഴുതിക്കോ. ഹലോ നേതാവേ.
എപ്പോ ഈ ഏഴാമാർട്ടെ വനിതാ പാട്ടായിട്ട് പ്രഖ്യാപിച്ചത്. നേതാവ് അത് നടക്കൂല. കാരണം ഞാൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ ഇവിടെ മത്സരിക്കാനാണ്. അതെങ്ങനെയെങ്കിലും ഞാൻ വനിതാ പാട്ടാവും. എനിക്ക് എങ്ങനെയും വനിതാ പാട്ടാക്ക്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതിനു മുമ്പേ ഇവിടെ ഒരു പട്ടുസാരി ഉടുത്തോണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട്. ആ പട്ടുസാരി ഉടുത്തോണ്ട് വരട്ടാം. അല്ല, എല്ലാരും പറഞ്ഞു നല്ല പെണ്ണാണെന്ന്. ഞാൻ നിന്നാ ജയിക്കും. എങ്ങനെയെങ്കിലും വനിതാ പാട്ടൊന്ന് മാറ്റി തരുമോ? ഓക്കെ, എന്തായാലും അടിപൊളി. എന്താടാ വനിതാ പാട്ടായി. എന്താ രീതി? അൽപ്പിനെ ഞാൻ പെണ്ണാക്കി. എന്റെ ഭാര്യയിലൂടെ ഞാൻ എങ്ങനെ പറയൂടാ? അവള് ചങ്ക് പൊട്ടിച്ചാവൂ. എനിക്ക് അയ്യോ, അവളിപ്പോ വന്ന് കാണുകയാണെങ്കിൽ ആകെ തകരുമല്ലോ എന്റെ ഭാര്യ. കോഫി പൊളിഞ്ഞു നിൽക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടെ പഴയ സാധനം. സിറ്റുവേഷൻ ഓക്കെയാണ്. എന്തായി? അതെ, ഞാനൊരു കാര്യം പറയും. നീ ബോധം കെട്ട് വീഴരുത്. എന്താ കാര്യം പറ. നീ ഞെട്ടരുത്. പറങ്ങോട്ട്. നീ പൊട്ടിക്കരയരുത്. കാര്യം പറയാൻ പറയട്ടാ. ഞാൻ മത്സരിക്കാൻ നിന്ന 7-ാം വാർഡില്ലേ, അത് വനിതാ വാർഡാക്കി. കാപ്പിക്ക് ചൂടുണ്ടോ? നല്ല ചൂട്, സൂപ്പർ ചൂട്. അത് ഞാനല്ലേ ഇടയിടേണ്ടത്. അത് പോയി. ഞാനെന്താ ഞെട്ടുന്നേ? പിന്നെ ഈ വനിത ഞാനല്ലേ? യാത് വനിത? എന്നെ ഇപ്പൊ പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചതേ ഉള്ളൂ. ഈ മത്സരിക്കാൻ വേണ്ടി ഈ വാർഡില് നീ വനിതാ വാർഡൊക്കെ എന്നോട് മത്സരിക്കാൻ പറഞ്ഞില്ലേ? ഓഹോ, അപ്പോ നിങ്ങളെ ഭർത്താവിനെ നിങ്ങൾ ചതിക്കുകയായിരുന്നല്ലേ? ഇയാൾ ഇലക്ഷനിൽ നിൽക്കുന്നത് പറഞ്ഞോട് ഞാൻ ബൾബ് മരിച്ചു വെച്ച് അവസാനം വനിതാ വാർഡിൽ ഇങ്ങനെ വിവരിക്കാൻ നിന്ന്. അപ്പൊ നിങ്ങളെ ചതിക്കായിരുന്നു നിങ്ങളെ ഭാര്യ. ചുമ്മാടാ, നീ ആരുടെ ചൂടായത്? നിങ്ങളെ ഭാര്യ അടുത്ത് അല്ല, ഭാവി മെമ്പറിന്റെ അടുത്ത്. എടാ, ഒരു വീട്ടിൽ നിന്ന് ഒരു മെമ്പർ പോരെ. എടാ, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇടന്നും. അല്ലണ, അവള് ജയിച്ചു കഴിഞ്ഞാ ഞാനും അവളും കൂടെ ഈ വാർഡ് നമ്മളെല്ലാം കൂടെ വാരി കഴിയിലാക്കും. അതുകൊണ്ട് ഇനി തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട. പടം വരച്ചല്ല, അപ്പൊ പടം വരച്ചു. ഇനി ഉജ്ജ്വലനെ വിജയിപ്പിക്കുക വേണ്ട, ഉഷയെ വിജയിപ്പിക്കുവാന്ന് എഴുതണം. ഉഷയെ വിജയിപ്പിക്കാന്ന് എഴുതാം. വേറെ ഉഷയല്ല, ഉഷ ഉജ്ജ്വലനെ. ഉഷ ഉജ്ജ്വലനെ ആക്കണം. അത് കൊള്ളാം. അപ്പൊ ഇങ്ങനെ എഴുതാം, ഉഷ ഉജ്ജ്വലനെ വിജയിപ്പിക്കണേ. ഞാന് അത് വിട്ടുപോയി. ഉഷ ഉജ്ജ്വലനെ വിജയിപ്പിക്കണേ. ആര് കിണാര്? ഉഗ്രൻ. ഉജ്ജ്വലനെ വിജയിപ്പിക്കണേ. നല്ല കാര്യം. ഇലക്ഷന്റെ ടൈമില് തുടക്കം കുറിച്ച നിങ്ങളാണ് ഇലക്ഷൻ. അടിപൊളിയായിരുന്നു. അത് കറക്റ്റ് ആണ്. ഇപ്പോഴത്തെ ആ ഒരു കറക്റ്റ് നടക്കണ ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഇപ്പൊ ഈ വേദിയിൽ കാണിച്ചത്. അപ്പൊ എങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് അങ്ങ് കിടന്നാലോ? പിന്നെ ബാറ്ററിയുടെ വരവ് പോക്ക് എങ്ങനെയാന്നുള്ളത് നോക്കാം. ആയിക്കോട്ടെ, എന്നാ വരിക. പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി അടിപൊളി. 40,000 rupees ആണ് ഈ സ്കിറ്റിന് ഇവര് നേടിയിരിക്കുന്നത്. ശ്വേത ചേച്ചി, യെസ്, വീണ്ടും അങ്ങനെ ഒരു ടിക്ക് മാർക്ക് വന്നിരിക്കുകയാണ്. ഈ ടിക്കും പൈസയും കൊടുക്കുന്നതല്ലാതെ ഒരു ലഡു പോയിട്ടൊരു മുട്ടായി പോലും ഞങ്ങൾക്ക് ഇതുവരെയും കിട്ടിയില്ല എന്നുള്ള സങ്കടം വീണ്ടും വീണ്ടും ഞങ്ങൾ ഇവിടെ ഉന്നയിക്കുകയാണ്. ഭയങ്കര ചാർജ് കയറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ലാസ്റ്റ് ആകില്ലേ ചാർജ് കയറ്റി ബാറ്ററി ഏകദേശം ഫുള്ളായി. പക്ഷെ ഒരു ഇച്ചിരി സ്പേസും കൂടെ. ആ ഒരു 99% 100 ആക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ കറുക ടീമിനെ വിളിച്ചാലോ? അവരാദ്യമേ നമുക്ക് നല്ലൊരു ഓളം ഫീലാ തന്നത്. ആ ഓളത്തിൽ തന്നെ നമുക്ക് വൈൻഡപ്പും ചെയ്യാന്ന് വിചാരിക്കുന്നു. ഗൈസ്, നിങ്ങൾ റെഡിയാണോ? ഞങ്ങൾ റെഡിയായോ? ചുള്ളിച്ചേറിയ പെണ്ണെ നിന്റെ ആങ്ങളമാരെങ്ങു പോയി, ചുള്ളിച്ചേറിയ പെണ്ണെ നിന്റെ ആങ്ങളമാരെങ്ങു പോയി. ചുള്ളിച്ചേറിയ പെണ്ണെ നിന്റെ ആങ്ങളമാരെങ്ങു പോയി, ചുള്ളിച്ചേറിയ പെണ്ണെ നിന്റെ
തിനന്തിന്നോ ദയ്യന്താരോ തക തെയ്യോ തിനന്തിന്നോ ദയ്യന്താരോ തെയ്യോ 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 തിനന്തിന്നോ ദയ്യന്താരോ തക തെയ്യോ തിനന്തിന്നോ ദയ്യന്താരോ. അങ്ങനെ വൈൻഡപ്പ് നമ്മൾ കീടിക്ക് തകർത്ത് ഡാൻസും പാട്ടുമായിട്ട് പ്രേക്ഷകരെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷേ തീരുന്നുണ്ടോ ഇവിടുത്തെ ആഘോഷം? ഇല്ല, കാരണം- പറയടാ, തീരുന്നുണ്ടോ ഇവിടുത്തെ ആഘോഷം? ഇല്ല, തീരുന്നില്ല, ആഘോഷം ആ. തുടങ്ങുമല്ലേ? അതെ, അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത എപ്പിസോഡ് വരും. അതുവരേക്കും